സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ ഇന്ന് ആയിരക്കണക്കായ മദ്രസകളും നൂറുകണക്കായ കോളേജുകളും മറ്റിതര സ്ഥാപനങ്ങളും നടക്കുകയാണ്. ഈ സ്ഥാപനങ്ങളിലെല്ലാം നാം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പഠനം മനുഷ്യനായി കാണണമെന്നാണ്. 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ 4ാമത്തെ ആളായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് 10 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ടായിരുന്നു. ആ 10 ലക്ഷം ഹദീസ് ഇവിടെ ഹദീസ് എന്ന് പറഞ്ഞാൽ നബി വചനം, അത് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആദ്യമായി പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹദീസുർ റഹ്മ എന്നാണ് അതിൻ്റെ പേര്. എന്താണ് അതിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, പരസ്പരം സഹായിക്കുകയും ഗുണം ചെയ്യുകയും ആരാണോ ചെയ്യുന്നത് അവരെ സൃഷ്ടാവായ അള്ളാഹു സഹായിക്കും. അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. യർഹംകും മൻ ഫിസ് സമാ, എന്നാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇവിടെ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാവർക്കും ഗുണം ചെയ്യണം എന്നാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. ഇതാണ് 10 ലക്ഷം ഹദീസ് പഠിപ്പിക്കുന്ന ഒരാൾ ആദ്യമായി പഠിപ്പിക്കുന്ന ഹദീസ് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമായ 10 ലക്ഷം ഹദീസുകളിൽ ഒന്നാമതായി അൽ മുസൽസൽ ബിൽ അവലിയ എന്ന് അറബിയിൽ പറയും. ആദ്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാ മുഹദ്ദിസുകളും പിൻഗാമികൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ഇർഹമു മൻ ഫിൽ അർള്, നിങ്ങൾ ഭൂലോകത്തുള്ള എല്ലാവർക്കും ഗുണം ചെയ്യണം. യർഹംകും മൻ ഫിസ് സമാ, എന്നാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു സൃഷ്ടാവ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അവിടെ ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള എല്ലാവർക്കും എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പള്ളിയിൽ പോകുന്നത് മുസ്ലിം പള്ളിയിൽ പോകും, ക്രിസ്ത്യാനി അവരുടെ പള്ളിയിൽ പോകും, അത് വേറെ വിഷയം. ഇവിടെ പൊതുജീവിതത്തിൽ എല്ലാവരും മനുഷ്യരായി കാണുകയും മനുഷ്യനായി കണ്ട് അത് അർഹിക്കുന്ന ബഹുമാനം കൽപ്പിക്കുകയും വേണം എന്ന് പ്രവാചകർ ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത് നടപ്പ് ആക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങളും വിദ്യകളും നൽകുന്നത്. ഈ ആത്മീയ ചൈതന്യത്തിലൂടെ മാത്രമേ മനുഷ്യൻ മറ്റൊരു മനുഷ്യനായി കാണാൻ സാധിക്കുകയുള്ളൂ. ലാ യുഹിബ്ബു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നത് വരെ അവൻ സത്യവിശ്വാസിയല്ല എന്നാണ് പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നഫ്സ് ഇനി ഒരാൾ കുത്തി വേദനിപ്പിക്കുന്നത് നാം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ മറ്റൊരു മനുഷ്യനെ കുത്തി വേദനിപ്പിക്കുന്നത് നാം ഇഷ്ടപ്പെടാൻ പാടില്ല.